ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൽ, തിരുഹൃദയ ഭാവങ്ങളിൽ ആഴപ്പെടുവാൻ ജൂൺ മാസം നമ്മെ ക്ഷണിക്കുന്നു. കുഞ്ഞുനാളുകളിൽ ക്രിസ്തീയ കുടുംബങ്ങളെ തിരിച്ചറിയാനായി നാം കണ്ടുവച്ചിരുന്ന ഒരടയാളമാണ് ഈശോയുടെ തിരുഹൃദയ രൂപം. നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിയിരിക്കുന്ന ആ തിരുഹൃദയ രൂപം ഇന്നും ആനന്ദദായകമാണ്. ഹൃദയത്തിൻ്റെ ഭാവം ആ കണ്ണുകളിലുണ്ട്. ആരെയും മാറ്റി നിർത്താത്ത തിരുഹൃദയ തമ്പുരാൻ. വിശുദ്ധ ഗ്രന്ഥം, പുതിയ നിയമം മുഴുവൻ ഈ ഹൃദയത്തിൻ്റെ വിശാലത തുറന്നു കാണിക്കുന്നു. കുഷ്ഠരോഗിയെ തൊട്ടു സുഖപ്പെടുത്തുന്ന, തളർവാദ രോഗിയുടെ പാപങ്ങൾ മോചിക്കുന്ന, നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു കൊടുക്കുന്ന, കൂനുള്ള സ്ത്രീയെ അവൾ ചോദിക്കാതെ തന്നെ സുഖപ്പെടുത്തുന്ന, രക്തസ്രാവക്കാരിയുടെയും കാനാൻകാരിയുടെയും വിശ്വാസത്തെ വാനോളം പുകഴ്ത്തി അവർക്ക് സൗഖ്യം നൽകുന്ന, സമരിയാക്കാരി സ്ത്രീയുടെയും പാപിനിയായ സ്ത്രീയുടെയും ഹൃദയങ്ങളെ കവർന്നെടുത്ത് പുത്തൻ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന രംഗങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കലവറയില്ലാത്ത ഭാവങ്ങളുടെ പ്രത്യക്ഷീകരണമല്ലേ? ഓരോരുത്തരുടെയും ഹൃദയം വായിച്ച് അവർക്ക് വേണ്ടത് നൽകി ജീവിതത്തിൽ പുത്തൻ ഉണർവ് നൽകുന്ന ഈശോയുടെ തിരുഹൃദയം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി ഈശോയുടെ തിരുഹൃദയം തുടിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 20-ാം തിരുവചനം ഇപ്രകാരമാണ്: എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും അടുത്തു ചെല്ലാം. ആ ദിവ്യഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി നമ്മെ ഓരോരുത്തരെയും ഗ്രസിക്കട്ടെ.